ചികിത്സാ പിഴവ് മൂലമാണ് IAS ഉദ്യോഗസ്ഥനായിരുന്ന M നന്ദകുമാർ മരിച്ചത് എന്ന ആരോപണവുമായി കുടുംബം. ശസ്ത്രക്രിയയിൽ പിഴവ് സംഭവിച്ചിട്ടും ബോധപൂർവം മറച്ചുവെക്കാൻ നന്ദകുമാറിനെ ആദ്യം ചികിത്സിച്ച SP മെഡിഫോർട്ട് ആശുപത്രി അധികൃതർ ശ്രമിച്ചുവെന്നാണ് മക്കളുടെ ആരോപണം. ഇനി ആർക്കും ഈ അവസ്ഥ ഉണ്ടാകരുതെന്നും നീതിക്കു വേണ്ടി നിയമ പോരാട്ടം തുടരുമെന്നും നന്ദകുമാറിന്റെ മക്കൾ ന്യൂസ് 18നോട് പറഞ്ഞു. ശസ്ത്രക്രിയയിലെ പിഴവുകൾ മൂലം വിലപ്പെട്ട ജീവനുകൾ നഷ്ടമാകുന്ന ഒരുപാട് വാർത്തകൾ കേരളം നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്. പക്ഷേ 3 മാസങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരത്തിന്റെ മുൻ കളക്ടർ കൂടിയായിരുന്ന M നന്ദകുമാർ അപ്രതീക്ഷിതമായി ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്കെത്തുകയും പിന്നീട് ഒരു ശസ്ത്രക്രിയയെ തുടർന്ന് അബോധാവസ്ഥയിലാവുകയും ഒടുവിൽ കഴിഞ്ഞയാഴ്ച അദ്ദേഹത്തിന് മരണം സംഭവിക്കുകയും ചെയ്യുന്ന വാർത്ത കഴിഞ്ഞ ദിവസങ്ങളൊക്കെ കേരളം ചർച്ച ചെയ്തതാണ്. പക്ഷെ അന്നൊന്നും ആ കുടുംബം മാനസികമായി ഒരു പരസ്യമായി അതുമായി ബന്ധപ്പെട്ട ഒരു പ്രതികരണം നടത്താൻ തയ്യാറാവുന്ന സാഹചര്യത്തിലല്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് പുറം ലോകം അറിയണം എന്ന താല്പര്യത്തിൽ നന്ദകുമാറിന്റെ മക്കളായ വിഷ്ണുവും പാർവതിയും എന്നോടൊപ്പം ചേരുന്നു. ഒരുപാട് ചർച്ച ചെയ്തതാണ് ഇങ്ങനെ ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടായി, അത് അദ്ദേഹത്തിന്റെ ജീവനെ വലിയ തരത്തിൽ ബാധിക്കുന്ന തരത്തിലേക്ക് മാറിയെന്നത് എന്തായിരുന്നു അന്ന് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? മെയ് 16-ാം തീയതി SP മെഡിഫോർട്ട് എന്ന ആശുപത്രിയിലായിരുന്നു അച്ഛൻ അഡ്മിറ്റ് ചെയ്തത് വേറെ ഒരു ആരോഗ്യ സംബന്ധമായ സർജറിക്ക് വേണ്ടിയാണ് പോയത്. ആംപിറ്റിലെ ഒരു നോഡ് റിമൂവ് ചെയ്യുക എന്നുള്ള ഒരു ശസ്ത്രക്രിയക്കാണ് പോയത്. പക്ഷേ പിന്നീട് അത് ഹെമറേജ് ഉണ്ടെന്ന് ഹോസ്പിറ്റലുകാർ പറയുകയും അങ്ങനെ നമ്മൾ അതിലൊരു ചെറിയ ശസ്ത്രക്രിയയാണ്, ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല എന്ന ഉറപ്പ് അവർ നൽകി നമുക്ക് ഒരു സമയം തരാതെ പെട്ടെന്ന് ശസ്ത്രക്രിയ നടത്തുകയായിരുന്നു. പക്ഷെ അതിനുശേഷം അച്ഛൻ അബോധാവസ്ഥയിലായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അന്ന് അറിയുന്ന 20-ാം തീയതിയാണ് അറിയുന്നത് ഈ ബുദ്ധിമുട്ടുണ്ടായി എന്നറിയുന്നത്. അന്ന് രാത്രി തന്നെ നമ്മൾ അനന്തപുരി ഹോസ്പിറ്റലിലോട്ടേക്ക് മാറ്റുകയായിരുന്നു ചെയ്തത്. എന്ത് ബുദ്ധിമുട്ടാണ് ശസ്ത്രക്രിയക്കിടയിൽ ഉണ്ടായതെന്നാണ് നമ്മൾ മനസ്സിലാക്കിയത്? എന്താണ് അവരതിന് പറഞ്ഞ മറുപടി? ഹൈപ്പോക്സിയ എന്നൊരു കണ്ടീഷനിലോട്ടാണ് വന്നതെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതിന് എന്തുകൊണ്ടാണ് അങ്ങനെ വന്നതെന്ന് അവർക്ക് അറിയില്ല എന്ന് പറഞ്ഞു. ഈ ഹൈപ്പോക്സിയ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമ്മൾ സാധാരണ ആളുകൾക്ക് ബ്രെയിനിലോട്ടേക്ക് ഓക്സിജൻ ആവശ്യത്തിന് എത്തിച്ചേർന്നില്ല. അത് ഏകദേശം ഒരു 9-10 മിനിറ്റോളം ബ്രെയിനിലോട്ട് ഓക്സിജൻ എത്തിയില്ല എന്നാണ് നമുക്ക് മെഡിക്കൽ ബോർഡുകാർ നമ്മൾ അറിയിച്ചത്. അതായത് ഈ ശസ്ത്രക്രിയക്കിടയിൽ ആണ് ഇത് സംഭവിച്ചത്. അതെ ശസ്ത്രക്രിയക്കിടയിലാണ് ഇത് സംഭവിച്ചത്. പ്രിക്കോഷൻ എടുക്കാതെയാണ് അപ്പോൾ അത് ചെയ്തത് എന്നാണ് നമ്മൾ വിശ്വസിക്കുന്നത്. നമ്മൾ കുടുംബം അത് വിശ്വസിക്കുന്നത് അത് തന്നെയാണ്. അല്ലാത്ത പക്ഷം ഹൈപ്പോക്സിയ വരാനുള്ള സാധ്യതകളില്ല എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. നിങ്ങൾ ഏതെങ്കിലും വിദഗ്ധ ഡോക്ടർമാരോട് പിന്നെ അതെ നമ്മൾ സംസാരിച്ച് അറിയാൻ സാധിച്ചതാണ് ഹൈപ്പോക്സിയ ഇഞ്ചുറി വന്നു എന്നുള്ളത്. അത് എവിഡന്റ്ലി സ്കാനുകളിലെല്ലാം അത് കാണിക്കുന്നുമുണ്ട്. അപ്പൊ ആ ഹൈപ്പോക്സിയ ഇഞ്ചുറി വന്ന ആ ഇഞ്ചുറിയോട് കൂടിയാണ് നമ്മൾ അനന്തപുരി ഹോസ്പിറ്റലിലോട്ടേക്ക് അച്ഛനെ മാറ്റുന്നത്. പക്ഷെ അത് ഇറിവേഴ്സിബിൾ ആണ്, തിരിച്ചു വരാൻ സാധിക്കാത്തതൊന്നാണ്. അതിപ്പം നമ്മുടെ കയ്യിലല്ലാതെ പോയി. പക്ഷെ അങ്ങനെ വരേണ്ട ആവശ്യം അവിടെ ഉണ്ടായിരുന്നില്ല. അത് മെഡിക്കൽ നെഗ്ലിജൻസ് കൊണ്ട് തന്നെയാണ് എന്നാണ് നമ്മൾ 100% കുടുംബം വിശ്വസിക്കുന്നത്. വിഷ്ണു, ഇതുമായി ബന്ധപ്പെട്ട് ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണർ നേതൃത്വത്തിൽ അന്വേഷണം നടക്കുന്നുണ്ട്. FIR ഒക്കെ രജിസ്റ്റർ ചെയ്തിരുന്നു. നിലവിൽ അതിന്റെ ഒരു പ്രോഗ്രസ് എന്താണ്? എന്തെങ്കിലും കാര്യം അറിയിച്ചിട്ടുണ്ടോ? ഇപ്പോൾ ഈ കേസിന്റെ ഭാഗമായിട്ട് നമ്മുടെ നിന്ന് മൊഴിയെടുക്കാൻ വന്നായിരുന്നു. അതിപ്പോൾ നമ്മുടെ കുടുംബാംഗങ്ങളുടെ മൊഴിയെടുക്കാൻ വന്നായിരുന്നു. അതുമാത്രമല്ല, അനന്തപുരി ഹോസ്പിറ്റലിലെ ഡോക്ടർമാരുടെ അവരുടെ സജഷൻസ് എടുക്കാൻ വേണ്ടിയിട്ടും വന്നായിരുന്നു. ഇത് കഴിഞ്ഞിട്ടുള്ളൊരു മെഡിക്കൽ ബോർഡ് ശരിക്കും DMOന്റെ നേതൃത്വത്തിൽ അവർ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അവരാണ് ഈ കേസ് ഹിസ്റ്ററി, കേസ് ഷീറ്റും അച്ഛൻ്റെ ഈ സർജറിയായിട്ട് ബന്ധപ്പെട്ടുള്ള മെഡിക്കൽ ഹിസ്റ്ററിയും അതെല്ലാം നോക്കിയിട്ട് അത് ബേസിലാണ് അവരൊരു ഡിസിഷൻ പറയുന്നത്. അതിന്റെ പ്രോഗ്രസ് എന്താണെന്ന് നമുക്കിപ്പോൾ അറിയില്ല. ബാക്കിയുള്ള പ്രോഗ്രസ് എന്താണെന്നോ ഡിസിഷൻ എന്താണെന്നോ അറിയത്തില്ല. നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുവാണ്. നിങ്ങളുടെ ഒരു തീരുമാനം എന്താണ് ഈ ഒരു വിഷയത്തിൽ? ഇനി എങ്ങനെ നിയമപരമായിട്ട് പോകുന്നൊപ്പം ഇതേ സമാനമായ പ്രശ്നം നേരിടുന്ന ഒരുപാട് പേർ ഉണ്ടായി. അതായത് ഈ നമ്മുടെ അച്ഛന് വന്ന ബുദ്ധിമുട്ട് ഇനി വേറെ ആർക്കും വരരുത്. അതുകൊണ്ട് അച്ഛന് വേണ്ടിയിട്ടുള്ള ജസ്റ്റിസിനും മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഭാവിയിൽ ഇത് വരരുത് എന്നൊരു പ്രതിജ്ഞയോടുകൂടെ തന്നെയാണ് ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത്. പാർവതി, അവസാനമായി ഒരു കാര്യം കൂടി. ഏതെങ്കിലും തരത്തിൽ ഒരു ഒത്തുതീർപ്പിനോ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പ്രശ്നം അറിഞ്ഞതിന് ശേഷം ഈ ഹോസ്പിറ്റലിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഒരു റെസ്പോൺസ് എങ്ങനെയായിരുന്നു? നമ്മളെ ഇതിന് ശേഷം അവർ ഇതുവരെ കോണ്ടാക്ട് ചെയ്തിട്ടില്ല. കേസുമായിട്ട് കേസ് രജിസ്റ്റർ ചെയ്തതുകൊണ്ട് തന്നെ ചിലപ്പോൾ അവരത്
നിയന്ത്രിച്ചിട്ടുണ്ടാവാം, അറിയില്ല. പക്ഷെ അച്ഛന്റെ ആരോഗ്യനിലകൾ അവർ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഏറ്റവും അവസാനം വരെ. അപ്പൊ ഈ സമാനമായ പ്രശ്നം മറ്റാർക്കെങ്കിലും അവിടെ ഉണ്ടായതായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും സൂചനകൾ ലഭിച്ചിട്ടുണ്ടോ? ഇതേ ഹോസ്പിറ്റലിൽ മറ്റെന്തെങ്കിലും മെഡിക്കൽ നെഗ്ലിജൻസ് ഇതുപോലെ സീരിയസ് ആയിട്ടുള്ള ഉണ്ടായിട്ടുള്ളൂ? 2-3 കേസുകൾ നമുക്ക് അടുത്ത് അറിഞ്ഞ ആൾക്കാർ ഇവിടെ വന്ന് അച്ഛന്റെ മരണശേഷവും വന്ന് സംസാരിച്ചിട്ടുണ്ട്. അവരും കേസ് മുഖാന്തരം മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇനി ആർക്കും ഇത് സംഭവിക്കരുത് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ അതിൽ ശക്തമായിട്ട് തന്നെ മുമ്പോട്ട് പോകുമെന്ന് ഉറപ്പുവരുത്തിയിട്ടുണ്ട്. എന്തായാലും അത് ആ വാക്കുകളിൽ വളരെ വ്യക്തമാണ്. അവർക്ക് 68ാമത്തെ വയസ്സിലാണ് അച്ഛനെ ഇങ്ങനെ അപ്രതീക്ഷിതമായി നഷ്ടമാകുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. കേരളത്തിൽ ഒരാൾക്കും ഒരു കുടുംബത്തിലും ഇങ്ങനെയൊരു നഷ്ടം ഇനി ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ ഇവരുടെ ഈ മുമ്പോട്ടുള്ള നിയമ പോരാട്ടം വഴിവെക്കുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ക്യാമറമാൻ സി വിനോദിനൊപ്പം ഡാൻ കുര്യൻ, ന്യൂസ് 18. ഡാൻ കുര്യൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട് വീണ്ടും തത്സമയം. ഡാൻ, ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ്. അദ്ദേഹത്തിന്റെ മരണസമയത്ത് തന്നെ ഇത്തരം ആരോപണം ഉന്നയിച്ചിരുന്നു കുടുംബം. അതിനും അപ്പുറത്തേക്ക് നിയമ പോരാട്ടമായി അവർ നീങ്ങുമ്പോൾ എന്തൊക്കെയാണ് അവർ തെളിവുകളായി നിരത്തുന്നത്? ഏതൊക്കെ അടിസ്ഥാനത്തിലാണ് ഇതൊരു ചികിത്സാ പിഴവാണെന്നുള്ള ബോധ്യം കുടുംബത്തിനുണ്ടായത്? അതായത് ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണറുടെ മേൽനോട്ടത്തിലാണ് നിലവിൽ ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് എൻ നന്ദകുമാറിന്റെ മരണത്തിന് കാരണം അദ്ദേഹത്തിന് ചികിത്സാ പിഴവ് സംഭവിച്ചതാണ് എന്ന കാര്യത്തിൽ കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം നടത്തുന്നത്. ഈ ആശുപത്രി അധികൃതരിൽ നിന്ന്, അതായത് SP മെഡിഫോർട്ട് ആശുപത്രി അധികൃതരിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ഈ പോലീസ് അന്വേഷണത്തിന്റെ ഭാഗമായുള്ള മൊഴിയെടുക്കുന്നതടക്കമുള്ള തുടർ നീക്കങ്ങളിലേക്ക് അവർ കടന്നുവെന്നാണ് നമുക്ക് പോലീസിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്ന വിവരം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു നിംപോഡിലെ ഒരു ശസ്ത്രക്രിയയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹം അവിടേക്ക് എത്തുന്നത്, ഈ ആശുപത്രിയെ സമീപിക്കുന്നത്. അന്ന് ഈ ശസ്ത്രക്രിയ നടത്തുന്നതിന് മുമ്പ് ഒരു ഫുൾ ബോഡി പരിശോധനയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ മറ്റൊരു സ്കാനിങ്ങിന് വിധേയനാക്കുന്നു. അതിനുശേഷമാണ് പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് മറ്റു ചില ആരോഗ്യ പ്രശ്നങ്ങളുണ്ട് എന്ന തരത്തിലൊരു പാനിക് സിറ്റുവേഷൻ ക്രിയേറ്റ് ചെയ്ത് ഈ ശസ്ത്രക്രിയയ്ക്ക് വേണ്ടി അദ്ദേഹത്തെ വിധേയനാക്കുന്നത് എന്നാണ് മക്കളായ പാർവതിയും അതോടൊപ്പം അദ്ദേഹത്തിന്റെ മകനും നന്ദകുമാറിന്റെ മകനും ഇന്നലെ നമ്മളോട് വ്യക്തമാക്കിയത്. ഇതിൽ എടുത്തു പറയേണ്ട കാര്യം, ഇങ്ങനെ ഒരു ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കാനായി ശസ്ത്രക്രിയ ടേബിളിലേക്ക് അദ്ദേഹത്തെ കയറ്റുമ്പോൾ വരെ ഒരു തരത്തിലുള്ള കുഴപ്പമില്ലായിരുന്നു. അദ്ദേഹം വളരെ ചിരിച്ചുകൊണ്ട് അവരോടെല്ലാം വർത്തമാനം പറഞ്ഞുകൊണ്ടിരുന്നതാണ്. പക്ഷേ 3 ദിവസത്തിന് ശേഷം, അതായത് ഒരു 17-ാം തീയതി അദ്ദേഹത്തെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുന്നു. പിന്നീട് 20-ാം തീയതി മാത്രമാണ് അദ്ദേഹത്തെ അവർക്ക് നേരിൽ കാണാൻ കഴിയുന്നത്. അപ്പോൾ അദ്ദേഹം അബോധാവസ്ഥയിൽ കോമ സ്റ്റേജിലേക്ക് മാറിയിരുന്നു. എന്താണ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയത് എന്നതിന്റെ കാരണം വ്യക്തമാക്കാൻ ആദ്യം ഈ ചികിത്സിച്ച ഡോക്ടറോ ശസ്ത്രക്രിയ നടത്തിയ ഡോക്ടറോ ഒന്നും തയ്യാറായിരുന്നില്ല. പിന്നീടാണ് അദ്ദേഹത്തിന്റെ തലച്ചോറിൽ, അതായത് ഈ ശസ്ത്രക്രിയ നടക്കുന്ന സമയത്ത് ഏതാണ്ട് 10 മിനിറ്റ് സമയം അദ്ദേഹത്തിന്റെ തലച്ചോറിലേക്ക് ഓക്സിജൻ എത്തിയിരുന്നില്ല. അങ്ങനെ ഓക്സിജൻ എത്താതിരുന്നത് ബോധപൂർവമായ ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് ആണ്. ആ വീഴ്ച എങ്ങനെയാണ് സംഭവിച്ചത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ ഒരു മറുപടി നൽകാൻ ആശുപത്രി അധികൃതർ തയ്യാറായില്ല. അങ്ങനെയെങ്കിൽ ഈ ഉണ്ടായ സാഹചര്യങ്ങൾ ഒരു രേഖാമൂലം എഴുതി തരണമെന്ന് അവർ ആവശ്യപ്പെട്ടു. അങ്ങനെ രേഖാമൂലം എഴുതി നൽകാനും തയ്യാറാകുന്നില്ല. അങ്ങനെയാണ് ഇതേ സ്ഥലത്ത് നിന്ന് മറ്റൊരു ആശുപത്രിയിലേക്ക് നന്ദകുമാറിനെ മാറ്റുന്നത്. അവിടെ അദ്ദേഹത്തെ ഏറെ നാളുകൾ വിദഗ്ധ ചികിത്സയ്ക്ക് വിധേയനാക്കി. പക്ഷേ ആ ഒരു നോൺ ക്യൂറബിൾ സാഹചര്യത്തിലേക്ക്, അതായത് ആ അവസ്ഥയ്ക്ക് ഒരിക്കലും ഒരു മാറ്റം വരത്തില്ല എന്ന് വിദഗ്ധ ഡോക്ടർമാരൊക്കെ മെഡിക്കൽ ബോർഡ് കൂടി വിധി എഴുതിയ ഒരു സാഹചര്യമാണ് പിന്നീട് അങ്ങോട്ടുണ്ടായത്. പക്ഷേ എടുത്തു പറയേണ്ട കാര്യം, ഈ ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം, അദ്ദേഹത്തെ 2ാമത് ചികിത്സിച്ച വിദഗ്ധ ഡോക്ടർമാരുടെ സംഘം കൃത്യമായി തന്നെ കുടുംബാംഗങ്ങളോട് പറഞ്ഞിരുന്നു, ഒരിക്കലും സ്വാഭാവികമായ ഒരു അവസ്ഥയിൽ ഇങ്ങനെ തലച്ചോറിലേക്ക് ഓക്സിജൻ എത്താതിരിക്കുന്ന ഒരു അവസ്ഥ ഒരു രോഗിക്കും ഉണ്ടാകില്ല. അവിടെ ബോധപൂർവമായ ഒരു വീഴ്ച സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ അത് എന്താണെന്ന് തങ്ങൾക്കും അറിയില്ല. അതായത് ഈ SP മെഡിഫോർട്ട് ആശുപത്രിയിൽ എം നന്ദകുമാറിനെ ശസ്ത്രക്രിയയ്ക്ക് വിധേയനാകുന്ന സമയത്ത് സംഭവിച്ച ഒരു മെഡിക്കൽ നെഗ്ലിജൻസ് തന്നെയാണ് ഇങ്ങനെയൊരു ദുരവസ്ഥയിലേക്ക് നന്ദകുമാറിനെ മാറ്റിയതും ആ കുടുംബത്തിന്, ആ കുടുംബനാഥനെ നഷ്ടമാകുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കുകയും ചെയ്തത്. അതോടൊപ്പം എടുത്തു പറയേണ്ട കാര്യം, ഏതാണ്ട് 5 ലക്ഷം രൂപ അടുത്ത് അന്ന് ഈ ശസ്ത്രക്രിയ നടത്തി അതുമായി ബന്ധപ്പെട്ട ചെലവുകൾക്ക് 5 ലക്ഷം രൂപ അടുത്തായിരുന്നു. പക്ഷേ 1 രൂപ പോലും അവർ ഇതുവരെ പേ ചെയ്തിട്ടില്ല. മാത്രവുമല്ല
അവിടെ നിന്ന് അങ്ങനെ ഒരു പണം വേണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ആശുപത്രി അധികൃതർ പിന്നീട് ഇവരെ ബന്ധപ്പെടുകയും ചെയ്തിട്ടില്ല. അത് തന്നെയാണ് കൃത്യമായി ഈ വീഴ്ച എന്താണ് എന്ന് ആശുപത്രി അധികൃതർക്ക് ബോധ്യമുള്ളത് കൊണ്ടാണ് പിന്നീട് ഈ ആശുപത്രി ചെലവുകളുടെ അടക്കം പണം നൽകണമെന്ന് ആവശ്യപ്പെട്ട് അവർ ബന്ധപ്പെടാതിരിക്കുന്നത് എന്നാണ് ഈ കുടുംബം ഇപ്പോഴും വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ദുരവസ്ഥ ഇനി ഒരാൾക്കും ഉണ്ടാകരുത് എന്ന് കാണിച്ചുകൊണ്ട് അവർ നിയമ പോരാട്ടത്തിന് ഒരുങ്ങുന്നത്. നിലവിൽ ഈ കേസ് അന്വേഷണം ശംഖുമുഖം അസിസ്റ്റന്റ് കമ്മീഷണർ മേൽനോട്ടത്തിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവിടെ കൊണ്ട് മാത്രം ഒതുങ്ങില്ല കാര്യങ്ങൾ. അതിനപ്പുറത്തേക്ക് കൃത്യമായി ഈ വിഷയത്തിൽ ഒരു ഇടപെടൽ നിയമപരമായി തന്നെ അങ്ങനെ ഒരു ഇടപെടൽ നടത്താനുള്ള നീക്കമാണ് ഈ കുടുംബം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഡാനി, SP മെഡിഫോർട്ട് ആശുപത്രിയുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചിരുന്നു. അവരെന്തെങ്കിലും തരത്തിൽ ഈ വിഷയത്തിൽ പ്രതികരണം നൽകുന്നുണ്ടോ? ഒരു തരത്തിലുള്ള വിശദീകരണവും നമുക്ക് ഇതുവരെ നൽകിയിട്ടില്ല. നമ്മൾ അതിനുള്ള ശ്രമങ്ങൾ തുടരുന്നുണ്ട് ആശുപത്രി അധികൃതരുമായിട്ട് ബന്ധപ്പെടാൻ. പക്ഷേ അതിൽ ഔദ്യോഗികമായി പോലീസിന്റെ അന്വേഷണത്തിൽ ഇരിക്കുന്ന ഒരു വിഷയമായതിനാൽ അവര് മറ്റു തരത്തിലുള്ള ഒരു വിശദീകരണം നൽകാനുള്ള സാധ്യത നന്നേ കുറവാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും ഇങ്ങനെ ഒരു ഗുരുതര വെളിപ്പെടുത്തലുമായി നന്ദകുമാറിന്റെ കുടുംബം തന്നെ രംഗത്തെത്തിയിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ SP മെഡിഫോർട്ട് ആശുപത്രിക്ക് അതിൽ കൃത്യമായ ഒരു വിശദീകരണം പൊതുസമൂഹത്തോട് നൽകേണ്ടി വരും. കാരണം തിരുവനന്തപുരം നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആശുപത്രികളുടെ പട്ടികയിൽ ഉൾപ്പെടുന്ന ഒന്നാണ് SP മെഡിഫോർട്ട് ആശുപത്രി. അതുകൊണ്ട് തന്നെ ഈ ഒരു സാഹചര്യത്തിൽ അവർ കൃത്യമായി ഇതിലൊരു വിശദീകരണം നൽകേണ്ടി വരും. എന്താണ് M നന്ദകുമാറിന്റെ ജീവൻ അപഹരിക്കാൻ ഇടയാക്കിയ, അദ്ദേഹത്തെ കോമ സ്റ്റേജിലേക്ക് തള്ളിവിട്ട ആ പിഴവ് എന്താണ് എന്ന് കൃത്യമായി വിശദീകരിക്കേണ്ടത് ഈ ആശുപത്രി അധികൃതരുടെ ബാധ്യതയായി മാറുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണം. അതാണ് പ്രധാനപ്പെട്ട കാര്യം. IAS ഉദ്യോഗസ്ഥനായിരുന്ന M നന്ദകുമാറിന്റെ മരണത്തിലാണ് ഗുരുതര ആരോപണവുമായി കുടുംബം രംഗത്തെത്തിയിരിക്കുന്നത്. അത് കൃത്യമായിട്ടുള്ളൊരു മെഡിക്കൽ നെഗ്ലിജൻസ് ആണ് എന്നുള്ള ബോധ്യമാണ് കുടുംബത്തിനുള്ളത്. അതിന്റെ സാഹചര്യവും അതാണ്. ഡാൻ, ഒരു കാര്യം കൂടി, ഈ ഒരു വ്യക്തത, അതായത് ഇപ്പോൾ തലച്ചോറിലേക്ക് ഓക്സിജൻ എത്താത്തത് മൂലമുണ്ടായ ഗുരുതരമായിട്ടുള്ള സാഹചര്യം, അത് ഇറിവേഴ്സിബിൾ ആണെന്ന് ഒരു മെഡിക്കൽ ബോർഡ് കൂടി മറ്റൊരു ആശുപത്രിയിലെ വിദഗ്ധ സംഘം പറയുന്നു. സാധാരണഗതിയിൽ ഈ ശസ്ത്രക്രിയക്കിടയിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അതെപ്പോൾ എങ്ങനെയാണ് സംഭവിക്കുക? അത് ഏത് സാഹചര്യത്തിലാണ് ഈ തലച്ചോറിലേക്ക് ഓക്സിജൻ എത്താത്ത ഒരു അവസ്ഥ ഉണ്ടാവുക എന്നാണ് വിദഗ്ധർ പറയുന്നത്? അതിൽ കൃത്യമായ ഒരു വിശദീകരണം ആരോഗ്യ വിദഗ്ധർ തന്നെയാണ് നൽകേണ്ടത്. പക്ഷെ നമുക്കതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം, ഇങ്ങനെ ഒരു സ്വാഭാവികമായ അവസ്ഥയിൽ ഒരു മനുഷ്യന്റെ തലച്ചോറിലേക്ക് ഓക്സിജൻ എത്താതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകില്ല. പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു ശസ്ത്രക്രിയയ്ക്ക്, അതായത് ഇങ്ങനെ അനസ്തേഷ്യ നൽകി ശസ്ത്രക്രിയയ്ക്ക് വിധേയനാക്കുന്ന സാഹചര്യം ഉണ്ടാകുമ്പോൾ അവിടെ കൃത്യമായി ഈ ഓക്സിജൻ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളിലേക്കും എത്തിക്കുന്നതിനുള്ള മുൻകരുതൽ എടുത്തതിന് ശേഷമായിരിക്കും ഈ ശസ്ത്രക്രിയ നടത്തുക. അങ്ങനെ ഒരു മുൻകരുതൽ എടുക്കുന്നതിൽ M നന്ദകുമാറിന്റെ കാര്യത്തിൽ എന്തെങ്കിലും വീഴ്ച സംഭവിച്ചിട്ടുണ്ടോ എന്നതാണ് ഈ സംഭവത്തിന്റെ ഗൗരവം വർദ്ധിപ്പിക്കുന്നത്. കാരണം അങ്ങനെ പ്രിക്കോഷൻ എടുത്തിരുന്നെങ്കിൽ ഏതാണ്ട് 9 മിനിറ്റ് മുതൽ 10 മിനിറ്റ് നേരത്തേക്ക് അദ്ദേഹത്തിന്റെ തലച്ചോറിലേക്ക് ഓക്സിജൻ എത്തിയിരുന്നില്ല എന്ന വിവരങ്ങളാണ് ഈ കുടുംബാംഗങ്ങളോട് SP മെഡിഫോർട്ട് ആശുപത്രിയിലെ അധികൃതർ അന്ന് ഈ ചികിത്സിച്ചിരുന്ന ഡോക്ടർമാരടക്കം വ്യക്തമാക്കിയത്. പക്ഷേ അതിന്റെ കാരണം എന്താണ് എന്ന് അവർ വ്യക്തമാക്കുകയും ചെയ്തിട്ട് ഈ കുടുംബം പറയുന്നതനുസരിച്ച് അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വവും ഞങ്ങൾ ഓൺ ചെയ്യുന്നുവെന്ന് ആശുപത്രി അധികൃതർ തന്നെ അന്ന് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു എന്നാണ് നമുക്ക് കുടുംബം നൽകുന്ന വിവരം. അതിനുശേഷമാണ് പിന്നീട് മറ്റൊരു ആശുപത്രിയിലേക്ക് അദ്ദേഹത്തെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി മാറ്റുകയും ഇത്രയധികം നാൾ, അതായത് ഏതാണ്ട് ഒരു കോമ സ്റ്റേജിൽ ഇത്രയധികം നാൾ ഈ ജീവൻ നഷ്ടപ്പെടുന്ന കഴിഞ്ഞ ആഴ്ച വരെ അദ്ദേഹം കഴിഞ്ഞതും അങ്ങനെ തന്നെയാണ് എന്നാണ് കുടുംബം നൽകുന്ന വിശദീകരണം. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, എന്താണ് ഈ അദ്ദേഹത്തിന് സംഭവിച്ചത് എന്ന കാര്യത്തിൽ രേഖാമൂലം ഒരു മറുപടി നൽകാൻ ഈ ആശുപത്രി അധികൃതർ തയ്യാറായില്ല എന്നതാണ് ആ കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപം. അതോടൊപ്പം ഒരു ടാർഗറ്റ് തികയ്ക്കാനുള്ള നീക്കം എന്നവണ്ണമാണ് M നന്ദകുമാറിനോട് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന അദ്ദേഹത്തിന്റെ ഭാര്യയോട് അദ്ദേഹത്തോടൊപ്പം ഉണ്ടായിരുന്ന മറ്റ് കുടുംബങ്ങളോട് അന്ന് ഈ ആശുപത്രി അധികൃതർ ബന്ധപ്പെട്ടത്, അല്ലെങ്കിൽ അവർ സംസാരിച്ചത് ആ തരത്തിലായിരുന്നു എന്നുകൂടിയാണ് ഈ കുടുംബം പറഞ്ഞു വെക്കുന്നത്. റൈറ്റ്, ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. ഗുരുതരമായിട്ടുള്ള ആരോപണമായി രംഗത്തെത്തിയിരിക്കുകയാണ് നന്ദകുമാർ. IASന്റെ കുടുംബാംഗങ്ങൾ അദ്ദേഹത്തിന്റെ മരണത്തിൽ അസ്വാഭാവികതയുണ്ട്. അത് SP മെഡിഫോർട്ട് ആശുപത്രിക്കെതിരെയാണ് ആരോപണം ഉന്നയിക്കുന്നത്. തിരുവനന്തപുരത്ത് വളരെ തിരക്കുള്ള പ്രശസ്തമായിട്ടുള്ള ആശുപത്രി എന്നാലും ആശുപത്രിയിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച സംഭവിച്ചു, മെഡിക്കൽ നെഗ്ലിജൻസ് ഉണ്ടായി എന്നുള്ളതാണ് കുടുംബത്തിന്റെ ആക്ഷേപം. നിയമപരമായി മുന്നോട്ട് നീങ്ങുകയാണ് കുടുംബാംഗങ്ങൾ.